Hello friends, welcome to Electron College. We will discuss power systems. Very important and very vast syllabus power systems. That's detailed analysis and detailed study mark score okay. So topic finish overhead line phenomena underground cable transmission line parameter fault protection discuss okay. Now start topic fault okay. Generally fault full analyze fault underground cable cable fault fault cable fault underground cable types of cable fault open circuit fault short circuit fault similarly earth fault okay. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഫോൾട്ടുകളാണ് നമ്മൾ കേബിൾ ഫോൾട്ടുകൾ വരുന്നത് ഓക്കേ. ഈ ഫോൾട്ടുകളെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിനെ പറ്റി ചോദിക്കാറുണ്ട്. അതും കൂടി നിങ്ങൾ ഈ അണ്ടർഗ്രൗണ്ട് കേബിൾ ഓക്കേ. ഈ അണ്ടർഗ്രൗണ്ട് കേബിളിന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അണ്ടർഗ്രൗണ്ട് കേബിൾസിലെ ലൂപ്പ് ടെസ്റ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഓക്കേ. ലൂപ്പ് ടെസ്റ്റ് for location of fault. Loop test for location of fault in underground cables. Okay, underground cable fault location test loop test okay. രണ്ട് തരത്തിലുള്ള ടെസ്റ്റുകളാണുള്ളത്. ഒന്ന് മുറേ ലൂപ്പ് ടെസ്റ്റ് ഓക്കേ. ഒന്നേതാണ് മുറേ ലൂപ്പ് ടെസ്റ്റ് ആണ്. മുറേ ലൂപ്പ് ടെസ്റ്റ് ഏത് ഫോൾട്ട് ഡിറ്റക്ട് ചെയ്യാനുള്ള ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം ഓക്കേ. മുറേ ലൂപ്പ് ടെസ്റ്റ് is for locating earth fault അല്ലെങ്കിൽ short circuit fault ഓക്കേ. നമ്മളിവിടെ എഴുതി വെച്ച ഫോൾട്ടുകൾ അല്ലേ, അതിൽ എർത്ത് ഫോൾട്ട് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട് ഡിറ്റക്ട് ചെയ്യാനാണ് നമ്മൾ മുറേ ലൂപ്പ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. സിമിലർലി നമ്മുടെ വാർലേ ലൂപ്പ് ടെസ്റ്റ് ഇവിടെയും ഈ സെയിം ഫോൾട്ടുകൾ തന്നെയാണ് ഓക്കെ. അതായത് നമ്മുടെ എർത്ത് ഫോൾട്ടും അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ടിന് വേണ്ടി തന്നെയാണ് ഈ വാർലേ ലൂപ്പ് ടെസ്റ്റും ഓക്കെ. ഈ വാർലേ ലൂപ്പ് ടെസ്റ്റിൽ നമ്മൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് അത് കാണുന്നത് ഓക്കെ. എംപ്ലോയീസ് ദ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ ഓക്കെ. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിളിന്റെ ഒരു ലെവലാണ് കാണുന്നത്. നമുക്ക് അതിന്റെ ഇക്വേഷൻസ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ചോദിച്ചാണല്ലോ. ജസ്റ്റ് ഈ ടെസ്റ്റുകളുടെ പേരുകൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. പക്ഷെ നമുക്കത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ല ഓക്കെ. അതുകൊണ്ട് തന്നെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ. അപ്പോൾ ഈ ഫോൾട്ട് ആണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. ഫോൾട്ടിന് മുന്നേ പുതിയൊരു ടോപ്പിക്കും കൂടി അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഫോൾട്ടിലേക്ക് പോകാം. അപ്പോഴാണ് കുറച്ചും കൂടി ഒരു ഐഡിയ വരിക. അതാണ് സിംഗിൾ ലൈൻ ഡയഗ്രാം അതുപോലെ തന്നെ പെർ യൂണിറ്റ് സിസ്റ്റം ഓക്കെ. സിംഗിൾ ലൈൻ ഡയഗ്രാം മൊത്തത്തിൽ നമ്മൾ പഠിക്കുന്നില്ല, പക്ഷെ എന്താണ് എന്നുള്ള കാര്യം ഒന്ന് അനലൈസ് ചെയ്ത് തരാം ഓക്കെ. ചെറിയൊരു ബ്രീഫിംഗ് നടത്തി തരാം ഓക്കെ. സിംഗിൾ ലൈൻ ഡയഗ്രാം അതുപോലെ പെർ യൂണിറ്റ് സിസ്റ്റത്തിന്റെ പ്രോബ്ലം ഒക്കെ സ്ഥിരമായിട്ട് PSC പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് അതും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ. അപ്പോൾ അത് സിംഗിൾ ലൈൻ ഡയഗ്രാം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സിംഗിൾ ലൈൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പം ഒരു ട്രാൻസ്മിഷൻ ഒരു ലൈനിൽ ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ ഒരുപാട് കമ്പോണന്റുകൾ ഉണ്ടാവും അല്ലെ. ഏതൊക്കെ? നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ ഉണ്ടാവും, ട്രാൻസ്ഫോമർ ഉണ്ടാവും അല്ലെ. അങ്ങനെ ഒരുപാട് കമ്പോണൻസ് ഒക്കെ ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ ഉണ്ടാവും. അപ്പോൾ ഇതിനെ ഒരു സീരീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കണക്ട് ചെയ്യണം ഓക്കെ. അതിന്റെ സിംബോളിക് റെപ്രസെന്റേഷനെ വിളിക്കുന്ന പേരാണ് ഈ പറഞ്ഞ സിംഗിൾ ലൈൻ ഡയഗ്രാം. ക്ലിയർ? അപ്പോൾ ഈ ട്രാൻസ്മിഷൻ ലൈനിൽ ഒരുപാട് കമ്പോണൻസുകളെ ഒരു ബാലൻസ്ഡ് പവർ സിസ്റ്റം നെറ്റ്വർക്ക് ആക്കാൻ വേണ്ടി നമ്മൾ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, സിംഗിൾ ലൈൻ ഡയഗ്രാം എന്ന് പറയാം ഓക്കെ. അപ്പോൾ ഈ സിംഗിൾ ലൈൻ ഡയഗ്രത്തിലെ കമ്പോണന്റുകൾ എന്തൊക്കെ? കമ്പോണൻസ് സിംഗിൾ ലൈൻ ഡയഗ്രത്തിലെ മെയിൻ കമ്പോണൻസുകളാണ് നമ്മുടെ ബസ് ബാർ ഓക്കെ. ഈ ബസ് ബാർ ക്ലിയർ? സിമിലർലി ബസ് ബാറിലാണ് നമ്മുടെ ഈ പറഞ്ഞ ട്രാൻസ്മിഷൻ ലൈനുകളൊക്കെ വരുന്നത് ഓക്കെ.
പിന്നെ അടുത്തത് നമ്മുടെ മെഷറിംഗ് എക്യുപ്മെന്റുകളാണ്. മെഷറിംഗ് എക്യുപ്മെന്റുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ CT PT ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഓക്കെ, അതിനാണ് മെഷറിംഗ് എക്യുപ്മെന്റ് പറയുന്നത്. പിന്നെ നമ്മുടെ പ്രൊട്ടക്ഷൻ സിസ്റ്റം അല്ലെ, പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ. പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിലാണ് സർക്യൂട്ട് ബ്രേക്കർ, റിലേ. സർക്യൂട്ട് ബ്രേക്കർ റിലേ ഒക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ സർക്യൂട്ട് ബ്രേക്കർ റിലേ മുതലായ സാധനങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇതിന്റെ ഒക്കെ ഒരു ഇന്റർ കണക്ഷൻ ആണ്. ഇന്റർ കണക്ഷൻ സിംബോളിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മുടെ സിംഗിൾ ലൈൻ ഡയഗ്രാം എന്ന് പറയാം. ഓക്കെ, ഞാനൊരു സിംഗിൾ ലൈൻ ഡയഗ്രാം ചെറുതായിട്ടൊന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി അതിൽ ഒരു ക്ലാരിറ്റി വരും. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ ലൈൻ ഡയഗ്രാം ആണിത്. ഇവിടെ ഒരു സ്റ്റാർ കണക്ഷൻ, ജനറേറ്റർ, ഓക്കെ. അപ്പോൾ ഈ റെപ്രസെൻറ്റേഷനിൽ എന്തൊക്കെ കാര്യങ്ങളുള്ളത്? നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കിയ ഇവിടെ ഒരു സ്റ്റാർ കണക്ഷൻ ആണത് അല്ലേ. സ്റ്റാർ വിത്ത് ന്യൂട്രൽ എന്താണ്? ഗ്രൗണ്ടഡ് ആണ് അല്ലേ. ന്യൂട്രൽ എന്ത് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് വിത്ത് ഹെൽപ്പ് ഓഫ് എ റിയാക്ടൻസ്. ഓക്കെ, അപ്പോൾ റിയാക്ടൻസ് ഗ്രൗണ്ടഡ് എന്ന് നമുക്ക് അതിനെ പറയാം. പിന്നെ ഇവിടെ G എന്ന് കാണിച്ചിരിക്കുന്ന ഒരു ജനറേറ്റർ ആണ്. ഇവിടെ ഇത് കാണിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ സർക്യൂട്ട് ബ്രേക്കർ. ഇതാണ് നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോമർ. ഇപ്പോൾ T1 T2 എന്ന് വിളിച്ചത് 2 ട്രാൻസ്ഫോമറുകൾ. ഓക്കെ, ഈ ലൈനുകളാണ് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻസ്. പിന്നെ ഈ ട്രാൻസ്ഫോമർ ഇപ്പോൾ ഇവിടെ ഡെൽറ്റ എന്നും ഇവിടെ ഇത്തരത്തിലാണ് മനസ്സിലാക്കിയെങ്കിൽ അത് എന്തായിരിക്കും? ഡെൽറ്റ സ്റ്റാർ കണക്ഷൻ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ അത് ഇവിടുത്തെ പ്രൈമറി ഡെൽറ്റയിലും സെക്കൻഡറി എന്തിലാണ്? സ്റ്റാറിലുമാണ് ആ തരത്തിലുള്ളത്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യാം? ഡെൽറ്റ സ്റ്റാറോ സ്റ്റാർ ഡെൽറ്റയോ എന്ന് വേണമെങ്കിൽ വരാം. ഓക്കെ, ഇവിടെയും നമുക്ക് ഈ കണക്ക് ചെയ്താൽ അതുപോലെ ഇത് പ്രൈമറി ആണ്, സ്റ്റാർ സെക്കൻഡറി അതാണ് ഡെൽറ്റ. ഓക്കെ, ഇവിടെ നമ്മുടെ ആര് വരുന്നുണ്ട്? ഇവിടെ നമ്മൾ മോട്ടർ അല്ലേ. മോട്ടറൊക്കെ നമ്മൾ കോമൺലി സിംഗ്നസ് മോട്ടറൊക്കെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, സിമിലർലി ഇവിടെയും സ്റ്റാർ വിത്ത് ന്യൂട്രൽ ഗ്രൗണ്ടഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ എല്ലാ സാധനങ്ങളെയും ഒരു സിംഗിൾ റെപ്രസെൻറ്റേഷനിൽ വരയ്ക്കുന്നതിനാണ് നമ്മൾ സിംഗിൾ ലൈൻ ഡയഗ്രം എന്ന് പറയുക. ഓക്കെ, ജസ്റ്റ് അനലൈസ് ചെയ്താൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് എന്നുള്ള കാര്യം അനലൈസ് ചെയ്താൽ മതി. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ പെർ യൂണിറ്റ് സിസ്റ്റമായി റിലേറ്റഡ് ആണ്. പെർ യൂണിറ്റ് ചോദിക്കാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് അത് പറയുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ പറയുന്നതാണിത്. ക്ലിയർ? അപ്പോൾ ഈ എലമെന്റുകളെ, ഈ മൊത്തം എലമെന്റുകളെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് വെച്ചാൽ അതിന് നമ്മൾ ഇംപിഡൻസ് ഡയഗ്രവും വി ആർ ഹാവിങ് ഇംപിഡൻസ് ഡയഗ്രാം അറ്റ് ദ സെയിം ടൈം വി ആർ ഹാവിങ് എ റിയാക്ടൻസ് ഡയഗ്രാം. ഓക്കെ, നമ്മൾ ഇംപിഡൻസ് ഡയഗ്രവും റിയാക്ടൻസ് ഡയഗ്രവും ഉപയോഗിച്ചാണ് നമ്മൾ ഇതിന്റെ റെപ്രസെന്റേഷൻ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇംപിഡൻസ് ഡയഗ്രം റിയാക്ടൻസ് ഡയഗ്രത്തിന്റെ റെപ്രസെന്റേഷൻ ഏകദേശം ഇത്തരത്തിലായിരിക്കും. ഓക്കെ, ഇവിടെ ഒരു ജനറേറ്റർ ഉണ്ടാവും, ഇവിടെ T1, ഇവിടെ T2, ഇവിടെ T3 എന്നുള്ള ലെവലിൽ ഇങ്ങനെ വന്ന് ഇവിടെ മോട്ടർ. ഓക്കെ, ഇത് നമ്മുടെ റിയാക്ടൻസ് ഡയഗ്രം ആയിരിക്കും. ഇംപിഡൻസ് ഡയഗ്രം എന്ന് പറയുമ്പോൾ അവിടെ 6 കൂടി ആഡ് ചെയ്യും. ഓക്കെ, 6 കൂടി വരും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടില്ല, ജനറലി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇംപിഡൻസ് ഡയഗ്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ റെപ്രസെൻറ്റേഷനിൽ ഇതൊരു ഈ ആണെങ്കിൽ ഈ ആംഗിൾ ഒരു ഡോനോ തീറ്റ എന്നെന്തെങ്കിലും വിളിക്കാം. അപ്പോൾ ഇവിടെ 6ഉം എക്സസും. ഓക്കെ, ഇവിടെ 6ഉം ഇവിടെ ഒരു JXS ആണെങ്കിൽ ഇതെന്താണ്? ഇതൊരു ZS ആണ്. ഇതാണ് നമ്മുടെ ഇംപിഡൻസ് ഡയഗ്രാം. കാരണം ഇവിടെ 6ഉം Xും വരുമ്പോൾ നമുക്ക് ഇംപിഡൻസ് വരുമല്ലോ. പിന്നെ ഇവിടെ ഇത്തരത്തിലുള്ള റെപ്രസെന്റ്, അതായത് ഇവിടെ റിയാക്ടൻസ് മാത്രമുള്ളതിനെയാണ് നമ്മളൊരു റിയാക്ടൻസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ മാത്രമേ അറിയേണ്ട ആവശ്യമുള്ളൂ. ഇതിൻ്റെ പ്രോബ്ലത്തിലേക്കോ മറ്റുള്ള കാര്യങ്ങളിലേക്കോ ഒന്നും കടക്കേണ്ട യാതൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കിയാൽ മതി ഇതിങ്ങനെ നമുക്ക് റെപ്രസെൻറ്റേഷനുകൾ ഉണ്ട്. ഓക്കെ, നമ്മൾ ആ സിംഗിൾ ലൈൻ ഡയഗ്രത്തിനെ പിന്നെയും ചുരുക്കി ഇംപിഡൻസും റിയാക്ടൻസും ഉള്ള ലെവലിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ കാൽക്കുലേഷൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഇനി
അടുത്ത ഒരു ടോപ്പിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഇതാണ് പെർ യൂണിറ്റ് സിസ്റ്റം. ഓക്കെ, പെർ യൂണിറ്റ് സിസ്റ്റം ഇത് പ്രോബ്ലം ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ആ കാര്യം നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. പെർ യൂണിറ്റ് സിസ്റ്റം. ഓക്കെ, പെർ യൂണിറ്റ് സിസ്റ്റം ജനറലി PU എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പെർ യൂണിറ്റ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കുന്നത് യൂണിറ്റ് ഒന്നും ഇല്ല ഇതിന്. ഓക്കെ, യൂണിറ്റ് ഒന്നുമില്ല. പെർ യൂണിറ്റ് ഒരു യൂണിറ്റ് ഒന്നുമില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇത് നമ്മുടെ ഈ മാഗ്നിറ്റ്യൂഡ് അതുപോലെ ആംഗിൾസിനെ ഒന്നും ഇത് അഫക്റ്റ് ചെയ്യില്ല. ദേ ആർ നോട്ട് അഫക്റ്റഡ്. ഓക്കെ, എല്ലാ വേരിയബിളും ഒരു ഈക്വലൈസിങ് വരും. ഓക്കെ, ഈക്വലൈസേഷൻ ഓഫ് വേരിയബിൾസിന്റെ ഒരു ഈക്വലൈസേഷൻ അല്ലെങ്കിൽ നോർമലൈസേഷൻ വരും. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ ക്വാണ്ടിറ്റീസിനെയും യൂണിറ്റ്ലെസ് ആക്കും. ഓൾ ക്വാണ്ടിറ്റീസ് ആർ യൂണിറ്റ്ലെസ്. എല്ലാ ക്വാണ്ടിറ്റിയും യൂണിറ്റ്ലെസ് ആക്കുന്ന ആളാണ് നമ്മുടെ പെർ യൂണിറ്റ് സിസ്റ്റം. ഓക്കെ, ഈ പെർ യൂണിറ്റ് സിസ്റ്റം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇതിന് കുറേ അഡ്വാൻറ്റേജുകളുണ്ട്. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടി വരുന്നില്ല. നമ്മുടെ ഈ ലൈൻ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മുടെ മാനുഫാക്ചറിന്റെ റേറ്റിംഗ് ഒക്കെ പെർ യൂണിറ്റ് വാല്യൂലാണ് വരുന്നത്. ഓക്കെ, മാനുഫാക്ചർ റേറ്റിംഗ്സ് ഇൻ പെർ യൂണിറ്റ് വാല്യൂ ആണ്. ഓക്കെ, സിമിലർലി പവർ റേറ്റിംഗിനോ ഒന്നും വോൾട്ടേജ് റേറ്റിംഗിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇൻഡിപെൻഡന്റ് ഓഫ് പവർ റേറ്റിംഗ്. ഓക്കെ, പവർ റേറ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വോൾട്ടേജിനെ ഒന്നും ഇവരെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, അതുപോലെ തന്നെ കുറേ എഫേർട്ടുകളൊക്കെ നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സിമിലർലി പെർ യൂണിറ്റ് ഇംപിഡൻസ് രണ്ട് സൈഡിലെയും പെർ യൂണിറ്റ് ഇംപിഡൻസ് referred to either side are same. ഓക്കെ, അതായത് നമ്മുടെ ഈ ഡെൽറ്റ സ്റ്റാർ ഡെൽറ്റ കണക്ഷനുകളൊക്കെ ഇല്ല. അപ്പോൾ അതൊന്നും ബാധിക്കാതെ തന്നെ നമുക്ക് രണ്ട് സൈഡിലെയും നമുക്ക് പെർ യൂണിറ്റ് ഇത് നമുക്ക് സെയിം ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ജനറലി നമ്മളിത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പെർ യൂണിറ്റിന്റെ ഡെഫിനേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. പെർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെർ യൂണിറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് പ്രോബ്ലത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പരീക്ഷകളൊക്കെ. പെർ യൂണിറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വാല്യൂ ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ ആണ്. ഓക്കെ, ആക്ച്വൽ വാല്യൂ ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക കേട്ടോ. ആക്ച്വൽ വാല്യൂ ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഒരു പെർ യൂണിറ്റ് സിസ്റ്റം നമ്മൾ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ട് ബേസ് ക്വാണ്ടിറ്റികൾ എടുക്കണം. എന്നിട്ട് ആ ബേസ് ക്വാണ്ടിറ്റികളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ നീക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറലി നമ്മൾ എടുക്കുന്ന ബേസ് ക്വാണ്ടിറ്റീസ് നമ്മൾ ജനറലി എടുക്കുന്ന വോൾട്ടേജും കറണ്ടും ആയിരിക്കും. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് വോൾട്ടേജും കറണ്ട് അല്ല, വോൾട്ടേജും പവറും ആണ്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പാരന്റ് പവറാണ് എടുക്കുക കേട്ടോ. എപ്പോഴും അപ്പാരന്റ് പവറാണ് എടുക്കുക എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ ജനറലി നമ്മളൊരു റെപ്രസെൻറ്റേഷൻ പറയുകയാണെങ്കിൽ ഒരു 500 MVA ഒരു 132 kV വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ബേസ് പവർ. ഈ തന്നിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ ബേസ് പവർ. അതുപോലെ ഈ തന്നിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ ബേസ് വോൾട്ടേജ്. ക്ലിയർ? ഇതാണ് നിങ്ങളുടെ ബേസ് വോൾട്ടേജ്. പിന്നെ നിങ്ങൾ കിട്ടുന്ന വാല്യൂ എന്നുള്ള ലെവലിൽ അനലൈസ് ചെയ്യണം. ഓക്കെ, അത്തരത്തിലാണ് വരുന്നത്. പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് കൂടി ഓർത്ത് വയ്ക്കുക. നിങ്ങളുടെ പെർ യൂണിറ്റ് വാല്യൂ ഈസ് ഡിഫൈൻഡ് ഇൻ പെർ ഫേസ് ഓൺലി. ഓക്കെ, പെർ ഫേസ്, വൺ ഫേസിലാണ് നിങ്ങളുടെ പെർ യൂണിറ്റ് വാല്യൂ എപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പെർ യൂണിറ്റ് വാല്യൂ ഈസ് ഓൾവേസ് ഡിഫൈൻഡ് ഇൻ പെർ ഫേസ് എന്നുള്ള കാര്യം കൂടി അനലൈസ് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ അതിൻ്റെ ഇക്വേഷൻസിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ക്വാണ്ടിറ്റികൾ. ഓക്കെ, നമ്മുടെ ബേസ് ക്വാണ്ടിറ്റികൾ
നിങ്ങളൊരു സിംഗിൾ ഫേസ് സിസ്റ്റമാണ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഒരു സിംഗിൾ ഫേസ് സിസ്റ്റത്തിൽ നമ്മൾ ബേസ് ക്വാണ്ടിറ്റികൾ എങ്ങനെ എഴുതും? നമ്മൾ ഇപ്പോൾ സപ്പോസ് കറണ്ടിൻ്റെ ബേസ് ആണ് എഴുതുന്നതെങ്കിൽ പവർ ബേസ്, ഞാൻ അപ്പാരൻ്റ് പവർ എടുക്കേണ്ടത്, അതുകൊണ്ടാണ് എസ് കേട്ടോ. എസ് ബേസ് ഡിവൈഡഡ് ബൈ വി ബേസ്, ശരിയല്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഓക്കെ, എസ് ബേസ് ഡിവൈഡഡ് ബൈ ഐ ബേസ്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ആർ പെർ യൂണിറ്റ് ആണ് എടുക്കുന്നതായിരിക്കും. ആർ പെർ യൂണിറ്റ്, ആറിൻ്റെ പെർ യൂണിറ്റ് ആണ് കാണേണ്ടതെങ്കിൽ നിങ്ങളുടെ ആക്ച്വൽ വാല്യൂ ഡിവൈഡഡ് ബൈ നമ്മുടെ ആര് വരും? നമ്മുടെ ബേസ് വാല്യൂ. ക്ലിയർ? അതുപോലെ എക്സ് പെർ യൂണിറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ 6 ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ. സിമിലർലി പവറിൻ്റെ പെർ യൂണിറ്റ് ആണെങ്കിൽ പവർ ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ. ഓക്കെ, അപ്പോൾ അത് ജനറൽ ഇതാണ്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇതിൻ്റെ സെഡ് ബേസ് എന്താ വരുന്നത് നോക്കാം. ഇപ്പോൾ എല്ലാത്തിലും സെഡ് ബേസ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ സെഡ് ബേസ് എന്താ വരുന്നത് നോക്കാം. സെഡ് ബേസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വി ബേസ് ഡിവൈഡഡ് ബൈ ഐ ബേസ് അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഈ ഐ ബേസിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഏത്? നമ്മുടെ എസ് ബേസ് ഡിവൈഡ് ബൈ വി ബേസ്. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് വി സ്ക്വയർ ബേസ് ഡിവൈഡഡ് ബൈ എസ് ബേസ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. സെഡ് ബേസ് എന്ന് പറയുന്നത് വി സ്ക്വയർ ബേസ് ബി എന്നായിരിക്കും ഞാൻ ചിലപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, വി സ്ക്വയർ ബി ഡിവൈഡഡ് ബൈ എസ് ബി ഇൻ ദ കേസ് ഓഫ് എ സിംഗിൾ ഫേസ്. ഇത് അനലൈസ് ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം പെർ യൂണിറ്റിൻ്റെ വാല്യൂകളൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫോർമുല വരുന്നുണ്ട്. ആ ഫോർമുലയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണിത്. സെഡ് ബി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബി ബൈ എസ് ബി എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ? ഇതിനെ വേറെ തരത്തിൽ ഞാൻ ഡിഫൈൻ ചെയ്യാം. അതായത് ഞാനിവിടെ പറയാം, നമുക്കറിയാം നമ്മുടെ സെഡ് ബി എന്ന് പറയുന്ന സാധനം ഇപ്പോൾ നമ്മുടെ സപ്പോസ് ഈ വി ബേസിൽ നമ്മൾ വി റേറ്റഡ് എന്നുള്ള ലെവലിൽ എടുക്കുവാണ്. ഓക്കെ, വി ബേസിൽ നമ്മൾ വി റേറ്റഡ് എന്നുള്ള ലെവലിൽ എടുക്കുവാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് സെഡ് ബി ഈസ് ഈക്വൽ ടു വി ബി ബൈ ഐ ബി. ഇതാണ് ഞാനിവിടെ എഴുതിയത്. ഓക്കെ, അപ്പോൾ ഈ വി ബിനെ വി റേറ്റഡ് എന്നുള്ള ലെവലിൽ എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? നിങ്ങളുടെ ഇക്വേഷൻ സെഡ് ബി ഈസ് ഈക്വൽ ടു വി റേറ്റഡ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ പവറിനെയും ആൻഡ് റേറ്റഡിലുള്ള ലെവലിൽ പോവുകയാണ്. അപ്പോൾ വി എ. ഇങ്ങനെയും നിങ്ങൾക്ക് ഇക്വേഷനുകൾ കാണാം. ഓക്കെ, ഓർത്ത് വയ്ക്കുക, വി റേറ്റഡ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ വി എ. ഓക്കെ, ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എനിക്ക് ഫോളോ ചെയ്യുക. അപ്പം മനസ്സിലാക്കുക ഇത്തരത്തിലാണത് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുകയാണെങ്കിൽ അടുത്തത് നമ്മൾ ഈ സെഡ് പെർ യൂണിറ്റ്, നമ്മൾ പെർ യൂണിറ്റിനെ കുറിച്ചാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ പെർ യൂണിറ്റ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ആക്ച്വൽ സെഡ്, അതിന് ഇന്ന് വിത്ത് റെസ്പെക്ട് ടു ഓം അല്ലെങ്കിൽ ആക്ച്വൽ ഓം ഡിവൈഡഡ് ബൈ യുവർ ബേസ് ഓം, ബേസ് വാല്യൂ. ഓക്കെ, പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ബൈ ബേസ് ആണല്ലോ. ഇതവിടെ നിങ്ങൾ കണ്ടില്ലേ? ആക്ച്വൽ ബൈ ബേസ്. ഈ ആക്ച്വൽ വാല്യൂ ഒക്കെ എപ്പോഴും ഓമിനല്ല റെപ്രസെന്റ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ സെഡ് ബി. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ സെഡ് പെർ യൂണിറ്റ് ഈക്വൽ ടു ഈ സെഡ് ബിക്ക് വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെഡ് ബിക്ക് വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? യു വിൽ ബി ഗെറ്റിംഗ് സെഡ് ഓം ഡിവൈഡഡ് ബൈ വി റേറ്റഡ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു വി എ. ശരിയല്ലേ? ഇതാണ് നിങ്ങളുടെ ഇക്വേഷനായിട്ട് പെർ യൂണിറ്റിൻ്റെ ഓമിൻ്റെ വിത്ത് റെസ്പെക്ട് വരിക. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഒന്നുകൂടി ഒന്ന് മാറ്റി എഴുതാം. അതായത് സെഡ് പെർ യൂണിറ്റ് ഈക്വൽ ടു സെഡ് ഓം ഇൻറ്റു വി എ മാറ്റി നമ്മൾ എം വി എയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് സാധാ വോൾട്ട് മാറ്റി കിലോ വോൾട്ടിലേക്ക്. രണ്ടും 10⁻³ പവർ അല്ലേ വരെ? താഴെ 10⁻³ പവർ, മുകളിലും 10⁻³ പവർ. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്യുക. സെഡ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെഡ് ഓം ഇൻറ്റു എം വി എ ഡിവൈഡഡ് ബൈ കിലോ വോൾട്ട് ദ ഹോൾ സ്ക്വയർ. എപ്പോഴും ആവശ്യമുള്ളതാണ്. ക്ലിയർ? അറിയാമല്ലോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സിമിലർലി നമുക്കിവിടെ പലതരത്തിലുള്ള ട്രാൻസ്ഫോമറുകളൊക്കെ വരാറുണ്ട് അല്ലേ? ഇപ്പോൾ പലതരത്തിലുള്ള ട്രാൻസ്ഫോമറുകളൊക്കെ വരുമ്പോൾ നമ്മൾ പെർ യൂണിറ്റിൽ ജനറൽ അനാലിസിസ് എന്താണ്? നിങ്ങളെ പവർ ട്രാൻസ്ഫോമറും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ട്രാൻസ്ഫോമറിൽ. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറും പഠിച്ചിട്ടുണ്ട് അല്ലേ? പവർ ട്രാൻസ്ഫോമറിൻ്റെ കോമ്പിനേഷൻ സർക്യൂട്ട് എങ്ങനെ വരിക? ഇറ്റ് വിൽ ബി സ്റ്റാർ ഡെൽറ്റയും അതുപോലെ ഡിസ്ട്രിബ്യൂഷനിലെ എന്താണ് വരിക? ഡെൽറ്റ സ്റ്റാറുമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് കണക്ഷനും നമുക്ക് എന്ത് ചെയ്യണം? നോക്കണം. സ്റ്റാർ കണക്ഷനും നോക്കണം, ഡെൽറ്റ കണക്ഷൻ നോക്കണം. ആദ്യം നമുക്ക് സ്റ്റാർ കണക്ഷൻ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റാർ കണക്ഷൻ. ഓക്കെ, അപ്പോൾ സ്റ്റാർ കണക്ഷൻ്റെ പ്രത്യേകതകൾ നമുക്ക് ആദ്യം അനലൈസ് ചെയ്യാം. അപ്പോൾ സ്റ്റാർ കണക്ഷൻ്റെ പ്രത്യേകത, ഫസ്റ്റ്
നമുക്കറിയാം സ്റ്റാറിൽ നമ്മുടെ ലൈൻ കറണ്ടും ഫേസ് കറണ്ട് സെയിം ആണ്. സിമിലർലി നിങ്ങളുടെ ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? √3 വി ഫേസ് ആണ്. ക്ലിയർ? അപ്പൊ അതേ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് പറയാം വി ഫേസ് എന്ന് പറയുന്നതാണ് VL/√3 എന്നുള്ള കാര്യം അറിയാം. ഓക്കെ, അപ്പൊ അതിനെ ബേസ് ആയിട്ടാണ് നമുക്ക് പോവുക. ജനറലി ഉള്ള ഇക്വേഷൻ ആദ്യം തന്നെ എഴുതി വെക്കുക. എന്താണ്? Z per unit equal to Z ohm into MVA divided by KV the whole square. ശരിയല്ലേ? ഇനി നമ്മൾ എന്തൊക്കെയാണ് മാറ്റം വരുത്തുന്നത് നോക്കാം. നമ്മൾ Z ohm ഇൻറ്റു ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മൾ പെർ ഫേസിലാണ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെ. ഇപ്പൊ സപ്പോസ് നമ്മളൊരു 3 phase MVA ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്താ വരുന്നത്? 3 phase MVA ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ 3 phase MVA ഡിവൈഡഡ് ബൈ 3 അല്ലെ, പെർ ഫേസിൽ എടുക്കണമല്ലോ. നമ്മൾ എപ്പോഴും 3 phase MVA എടുക്കാം. അപ്പൊ ഡിവൈഡഡ് ബൈ 3 പെർ യൂണിറ്റിലേക്ക് ആക്കണം. നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പെർ ഫേസിൽ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഡിവൈഡഡ് ബൈ 3 എടുത്തത്. ഓക്കെ, ദെൻ ഇത് കിലോ വോൾട്ട് നമ്മൾ ഇവിടെ ഫേസ് വോൾട്ടേജിലാണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇതിലേക്ക് മാറ്റണം. അപ്പോൾ ലൈൻ വോൾട്ടേജിലേക്ക് മാറ്റുമ്പോൾ KVL divided by √3 the whole square. Okay, so you will be getting ultimately an equation like this: Z ohm into 3 phase MVA divided by KVL the whole square. ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കാം. 3 phase MVA divided by KVL the whole square. ഓക്കെ, ഇത് ഏതിൻ്റെ കേസിലാണ്? സ്റ്റാർ കണക്ഷൻ്റെ കേസിലാണ്. ഓക്കെ, ഇതിനെ വേറൊരു തരത്തിൽ നമുക്ക് ഡിറൈവ് ചെയ്യാം. അത് വളരെ സിമ്പിൾ ഡെറിവേഷൻ ആണ്. അത് നിങ്ങൾ നോട്ട് ചെയ്താൽ മനസ്സിലാവും. നമ്മൾ നേരത്തെ ബേസിൻ്റെ ലെവലിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. നമ്മുടെ ബേസിൻ്റെ ലെവലിൽ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. അതായത് നമ്മുടെ IL, ഇഫ് സപ്പോസ് IL ബേസും ലൈൻ വോൾട്ടേജിന്റെ ബേസും ഫേസ് വോൾട്ടേജിന്റെ ബേസും ഈക്വൽ ആണ്. കാരണം ഇത് സ്റ്റാർ കണക്ഷൻ ആണ്. ഓക്കെ, സിമിലർലി നമ്മളുടെ ഫേസ് വോൾട്ടേജിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ലൈൻ വോൾട്ടേജിന്റെ ബേസ് ബൈ എന്താണ്? √3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം. നമ്മൾ ഈ ലൈൻ വോൾട്ടേജിന്റെ ബേസ് ആണ് എപ്പോഴും ബേസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി മനസ്സിലാക്കുക, ലൈൻ വോൾട്ടേജിന്റെ ബേസ് ആണ് V അല്ലെങ്കിൽ V ബേസിന് എടുക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ V ബേസ് ബൈ √3 എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം നമ്മുടെ IL ബേസ്, സിമിലർലി IL ബേസിനെയാണ് ഞാൻ I ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ I ബേസ് എന്ന് പറയുന്നത് എന്താണ്? S ബേസ് ഡിവൈഡഡ് ബൈ V ബേസ് അല്ലെ, VL ബേസ്. അപ്പോൾ VL ബേസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് വരുന്നത്? √3 V ബേസ് അല്ലെ, √3 V ബേസ്. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ you will be getting Z base as V square base divided by S base എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇത് ഏതിൻ്റെ കേസിലാണ്? നമ്മുടെ 3 phase സിസ്റ്റത്തിലെ സ്റ്റാർ കണക്ഷൻ്റെ കേസിലാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾ ഈ ഇക്വേഷൻ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആവാം. ഞാൻ അതും കൂടി പറഞ്ഞിരുന്നു എന്ന് മാത്രം. ഓക്കെ, ഇത് പഠിച്ചാൽ മതി. സർക്യൂട്ട് പെർ യൂണിറ്റ് ഈക്വൽ ടു Z ohm into 3 phase MVA divided by KVL the whole square. ഇത് വെച്ച് അനലൈസ് ചെയ്യാം. ഇതാണ് കുറച്ചും കൂടി ബെറ്റർ ആവുക. ഓക്കെ, ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇതിൻ്റെ ജനറൽ ഇക്വേഷൻ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അതായത് ഇത് സ്റ്റാർ കണക്ഷൻ ആണ്. രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷേ അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാണ് കുറച്ചുകൂടി എളുപ്പം വരിക. ഓക്കെ, അടുത്തത് ഡെൽറ്റ കണക്ഷൻ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡെൽറ്റ കണക്ഷൻ എടുക്കുക. ഡെൽറ്റ കണക്ഷൻ്റെ പ്രത്യേകത Z പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Z ohm into MVA divided by KV the whole square അല്ലെ. ഇതിനെ നമ്മൾ പെർ യൂണിറ്റിലേക്ക് മാറണം. അതുകൊണ്ട് എന്ത് വരും? MVA divided by 3 divided by KVL the whole square. You will be getting Z per unit equal to 1/3 into Z ohm into MVA divided by KVL the whole square. ഇതാണ് നമ്മുടെ ഡെൽറ്റ കണക്ഷൻ്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഈ പെർ യൂണിറ്റിനായിട്ട് വിത്ത് റെസ്പെക്ട് പറയുമ്പോൾ, ഓക്കെ, പെർ യൂണിറ്റ് ആയിട്ട് വിത്ത് റെസ്പെക്ട് പറയുമ്പോൾ നിങ്ങളുടെ പെർ യൂണിറ്റ് വാല്യൂ ഡെൽറ്റ കണക്ഷനിൽ എന്താണ്? നിങ്ങളുടെ ഡെൽറ്റ കണക്ഷനിൽ
സ്റ്റാർ കണക്ഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1/3 ആണ് പെർ യൂണിറ്റ് വാല്യൂ. ഓക്കെ, പെർ യൂണിറ്റ് വാല്യൂ വെൻ കമ്പയർ ടു യുവർ ബേസ് വാല്യൂ അല്ലേ, പെർ യൂണിറ്റ് വാല്യൂ. ഓക്കെ, ബേസിൽ വ്യത്യാസം വരും. പെർ യൂണിറ്റ് വാല്യൂ ആണ് ഞാൻ പറയുന്നത്. പെർ യൂണിറ്റ് വാല്യൂ ഈക്വൽ ടു പെർ യൂണിറ്റ് വാല്യൂ ഈക്വൽ ടു 1/3 Z ohm ഇൻറ്റു MVA ഡിവൈഡഡ് ബൈ KVL ദ ഹോൾ സ്ക്വയർ ആണ് ഇൻ ദ കേസ് ഓഫ് യുവർ ഡെൽറ്റ കണക്ഷൻ. അതുപോലെ Z പെർ യൂണിറ്റ് ഈക്വൽ ടു Z ohm ഇൻറ്റു 3 phase MVA divided by KVL the whole square ആണ് in the case of your star connection. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് നമ്മൾ പെർ യൂണിറ്റ് വാല്യൂവിലെ കാണുന്ന ഫോർമുലയാണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സെക്ഷൻ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ സാധാരണ ബേസ്, നമ്മളുടെ സാധാരണ പെർ യൂണിറ്റിൻ്റെ Z പെർ യൂണിറ്റിൻ്റെ ഫോർമുല എങ്ങനെ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, Z പെർ യൂണിറ്റ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. Z പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷനിലാണ്? MVAക്ക് പ്രപ്പോർഷനിലാണ്. ശരിയല്ലേ, MVAക്ക് പ്രപ്പോർഷനിലാണ്. പക്ഷെ Z പെർ യൂണിറ്റ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു കിലോ വോൾട്ടിൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ രണ്ട് ക്വാണ്ടിറ്റി എടുക്കാമെന്ന് വിചാരിക്കും. ഒരു ന്യൂ വാല്യൂ, ഒരു ഓൾഡ് വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാൻ പറ്റും? Z പെർ യൂണിറ്റ് ന്യൂ ഈക്വൽ ടു Z പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു MVA ന്യൂ ഡിവൈഡഡ് ബൈ MVA ഓൾഡ് ഇൻറ്റു ഡിനോമിനേറ്ററിലല്ലേ ന്യൂ വരിക. അപ്പോൾ KVB ന്യൂ KVB ഓൾഡ് ദ ഹോൾ സ്ക്വയർ. ക്ലിയർ? ഇത്തരത്തിലാണ് നമ്മൾ പെർ യൂണിറ്റിൻ്റെ ഇക്വേഷൻ വരിക. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇതൊരു ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചോദ്യങ്ങൾ നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്. ഓക്കെ, പെർ യൂണിറ്റിൻ്റെ ഒക്കെ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് വാല്യൂസ് തരുമായിരിക്കും. അതായത് രണ്ട് വാല്യൂസ് തന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് നമ്മളോട് പറയും ഓൾഡ് വാല്യൂ തന്നു തരും, ന്യൂ വാല്യൂ തരും. എന്നിട്ട് നമ്മളോട് പറയും അത് ഓൾഡ് വാല്യൂ ഏതാണ്, ന്യൂ വാല്യൂ ഏതാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ എന്നുള്ള ലെവലിൽ പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ അകത്ത് ചോദിക്കുക. ഓക്കെ, അപ്പോൾ അതിനൊരു ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിക്കോ. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. അതായത് നമ്മുടെ പെർ യൂണിറ്റ് ഇമ്പിഡൻസ് തരും. ഓക്കെ, ഒരു സർക്യൂട്ട് എലമെൻറ്റിൻ്റെ പെർ യൂണിറ്റ് ഇമ്പിഡൻസ് ഓഫ് ഒരു സർക്യൂട്ട് എലമെൻറ്റ് തരും. ഓക്കെ, ഇപ്പോൾ സപ്പോസ് അതൊരു 0.15 ആണെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ ഇവർ ബേസ് KVയും അതുപോലെ തന്നെ ബേസ് MVA, ഓക്കെ, ബേസ് KVയും ബേസ് MVAയും ഹാഫ് ആക്കി എന്ന് പറയുന്നു. ഓക്കെ, ഹാഫ് ആക്കി എന്ന് പറയുന്നു. അപ്പോൾ ഇവർ ചോദിക്കുക ന്യൂ വാല്യൂ ഓഫ് പെർ യൂണിറ്റ് ഇമ്പിഡൻസ് ആണ് ചോദിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. യൂണിറ്റ് പെർ യൂണിറ്റ് ഇമ്പിഡൻസ് ഈസ് ഡാഷ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ആ ഫോമിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടും. കാരണം Z പെർ യൂണിറ്റ് ന്യൂ ഡിവൈഡഡ് ബൈ Z പെർ യൂണിറ്റ് ഓൾഡ് ഇങ്ങനെ പഠിച്ചു. ഇതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഈസ് ഈക്വൽ ടു MVAB ബേസ് ന്യൂ ഡിവൈഡഡ് ബൈ MVAB ഓൾഡ് ഇൻറ്റു KVB ഓൾഡ് ബൈ KVB ന്യൂ ദ ഹോൾ സ്ക്വയർ. ഇതാണ് ഫോർമുല. ക്ലിയർ? അപ്പോൾ ഇത് സിമ്പിളായിട്ട് അനലൈസ് ചെയ്യാം. Z പെർ യൂണിറ്റ് ന്യൂ എന്ന് പറഞ്ഞാൽ Z പെർ യൂണിറ്റ് ഓൾഡ് ഇവിടെ പോവും അല്ലേ. അപ്പോൾ Z പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു MVAയും ബേസും എന്താവുന്നത് ഹാഫ് ആവുന്നുണ്ട്. അപ്പം പുതിയ ബേസ് MVA എന്താണ് ഹാഫ് ആവുന്നു. അപ്പോൾ ബേസ് MVA ഹാഫ് ആവുന്നു എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ
നമ്മുടെ പുതിയ MVAയും പഴയ പുതിയ MVAയും പുതിയ ബേസും എന്താണ് ഹാഫ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ ഹാഫ് ആവെന്ന് പറയുമ്പോൾ ഈ മുകളിൽ ആദ്യം ഒന്നാണ് ഉണ്ടാവുക, പിന്നെ ഇവിടെ മുകളിൽ എന്താവും ഹാഫ് വരും അല്ലേ, അപ്പോൾ മൊത്തത്തിൽ ഹാഫ്. ദെൻ ഇവിടെ പുതിയതാണ് ഹാഫ് വരുന്നത്, അപ്പോൾ 1/2 അടിയിലാണ് വരിക, അത് മുകളിലേക്ക് പോകുമ്പോൾ എന്ത് വരും 1/1/2 ഹോൾ സ്ക്വയർ എന്നല്ലേ വരിക. അപ്പോൾ പെർ യൂണിറ്റ് വോൾട്ടിന്റെ വാല്യൂ വന്നിട്ടുണ്ട് 0.15 ഇൻറ്റു 1/2 ഇൻറ്റു ഈ 2 സ്ക്വയർ മുകളിൽ പോകും, അപ്പോൾ 4. ഓക്കെ, അപ്പോൾ ഇറ്റ് വിൽ ബി 0.3. ഇത്രയേ ഉള്ളൂ ആൻസർ. ക്ലിയർ ആയില്ലേ? ഇനി ഞാൻ ഇതേപോലെ തന്നെ ഒരു വാല്യൂ ഇട്ടിട്ട് തരാം. നേരത്തെ പോലെ തന്നെ പെർ യൂണിറ്റ് ഇമ്പിഡൻസിന്റെ വാല്യൂ, പെർ യൂണിറ്റ് ഇമ്പിഡൻസ് കറസ്പോണ്ടിങ് ടു ബേസ് വാല്യൂസ് per unit value corresponding to base values 13.2 kV and 30 MVA is 0.2 per unit ആണ് വിചാരിക്കും. ഓക്കെ, per unit impedance corresponding to base values ആയ ഈ രണ്ടെണ്ണം is 0.2 per unit. അപ്പോൾ the per unit value of impedance for the base values 13.8 കിലോവോൾട്ടും അതുപോലെ തന്നെ 50. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത് ആക്ച്വലി. ഓക്കെ, പ്രീവിയസ് PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അത് ഡയറക്റ്റ്ലി അത് നമ്മൾ ചെയ്യുവാണ്. ഓക്കെ, ഇൻ പെർ യൂണിറ്റ് വിൽ ബി ഡാഷ്, ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മുടെ സെയിം ഫോർമുല ഉപയോഗിക്കുക. Z പെർ യൂണിറ്റ് ന്യൂ വിൽ ബി ഈക്വൽ ടു Z പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു MVAB ന്യൂ divided by MVAB old into KVB old by KVB new the whole square. Clear? അപ്പോൾ Z per unit ഓൾഡ് എന്ന് പറയുന്നത് എത്രയാണ്? 0.2 ആണ്. MVAB ന്യൂ എന്ന് പറയുന്നത് ഇതാണ് പുതിയ വാല്യൂ. ഓക്കെ, അപ്പോൾ 50 ഡിവൈഡ് ബൈ പഴയ വാല്യൂ 30 ഇൻറ്റു KVB ഓൾഡ് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എത്രയാണ്? 13.2 by 13.8 the whole square. ക്ലിയർ? ഇപ്പം നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി 0.3 അടുപ്പിച്ചിട്ടുള്ള ഒരു വാല്യൂ ആണ് കിട്ടുക. ക്ലിയർ? ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഇത് ചോദിക്കുന്ന ഒരു ഏരിയ ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? സോ അതാണ് നമുക്ക് ഈ ഇമ്പിഡൻസിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പറയാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ ജനറലി നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത ടോപ്പിക്കാണ് എന്ത്? ഫോൾട്ടിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഫോൾട്ടിലേക്ക് കടക്കാം. ഫോൾട്ട്സ്. ഓക്കെ, ആക്ച്വലി ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഒരു ഫോൾട്ട് എന്ന് പറയുന്ന സംഭവം എന്താ ശരിക്കും? ഫോൾട്ട് എന്ന് പറയുന്നത് ഒരു അബ്നോർമൽ കണ്ടീഷനാണ് ഗൈസ്. ഒരു സർക്യൂട്ടിൽ ഒരു അബ്നോർമൽ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോൾട്ട് നമ്മളറിയാം പല ടൈപ്പ് ഫോൾട്ടുകളുണ്ട്. ചെറിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഫോൾട്ട് ഉണ്ട്, വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഫോൾട്ട്, അങ്ങനെ പലതരം ഫോൾട്ടുകളുണ്ട്. ഓക്കെ, എനിവേസ് അതൊരു അബ്നോർമൽ കണ്ടീഷനാണ്. നമ്മൾ സാധാരണയായിട്ട് പോകുന്ന ഒരു സർക്യൂട്ടിൽ ഒരു അബ്നോർമാലിറ്റി ക്രിയേറ്റ് ചെയ്യലാണിത്. ഓക്കെ, അപ്പോൾ ഈ അബ്നോർമാലിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പല കണ്ടീഷൻസിൽ വരും. ഓക്കെ, അതിന് ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷനാണ് വളരെ തീവ്രമായ അബ്നോർമാലിറ്റി എന്ന് പറയുന്നത്, ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഹെവി കറണ്ട് ഫ്ലോ ആണ്. നമ്മൾ പഠിച്ചിട്ട് നമ്മൾ കടയ്ക്ക് തീ പിടിച്ചു അല്ലെ ബിൽഡിംഗ് കത്തി അങ്ങനത്തെ സാധനങ്ങൾ അതുപോലെ ഷോർട്ട് സർക്യൂട്ട് കൊണ്ടുണ്ടാവുന്നത് അത് വളരെ സിവിയർ ആണത്. ഓക്കെ, ആ ഷോർട്ട് സർക്യൂട്ടിന് പല പല കാരണങ്ങളുണ്ട്. ഓക്കെ, അതായത് ഇന്റേണൽ ഫോൾട്ട് വന്നാൽ സംഭവിക്കാം, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫോൾട്ടുകൾ വന്ന് സംഭവിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ഫോൾട്ടുകളിലൂടെയും അതെന്ത് ചെയ്യാം? സംഭവിക്കാം. ഓക്കെ, ഇന്റേണൽ ഫോൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ എക്യുപ്മെന്റിന്റെ ബ്രേക്ക് ഡൗൺ അതുപോലെ ഇൻസുലേഷൻ ഫെയിലിയർ മുതലായ സംഭവങ്ങളിലൂടെ ഒക്കെ അതെന്ത് ചെയ്യാൻ സംഭവിക്കാം. ഓക്കെ, എക്സ്റ്റേണൽ ഫോൾട്ടുകൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ലൈറ്റ്നിങ് കാരണമുള്ള ലൈറ്റ്നിങ് സർജസ് അല്ലെ, അതുപോലെ തന്നെ ഹീറ്റിങ്, ഇതൊക്കെ കൊണ്ടുള്ളതാണ് എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ഫോൾട്ടുകൾ. ഓക്കെ, അപ്പോൾ ഈ 3 ഫേസ് നമ്മുടെ ഈ ഫോൾട്ടുകൾ ജനറലി ഒരു സർക്യൂട്ട് പറയുവാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഇത് നിങ്ങളൊരു സപ്ലൈ
ഇതൊക്കെ പോകുന്നു. ഇവിടെ ഒരു ലോഡ് ഉണ്ടോയെന്ന് വിചാരിക്കും, ഇവിടെ ഇമ്പിഡൻസ് ലോഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടെർമിനൽ വോൾട്ടേജ് ഉണ്ടാവും. ഇവിടെയാണ് ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ഫോൾട്ട് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയാണ് ഒരു ഫോൾട്ട് ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോൾട്ട് ഒക്കർ ചെയ്യുമ്പോൾ സർക്യൂട്ട് ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ ഫോൾട്ട് ഒക്കർ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ഇവിടെ ഈ സോഴ്സിന് ഒരു ഇമ്പിഡൻസ് ഉണ്ടാവും, അതിനാണ് ZI എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇമ്പിഡൻസ് സോഴ്സിന്. അപ്പോൾ ഈ ഇമ്പിഡൻസ് സോഴ്സ് എന്തായിരിക്കും, ഒരു ഫോൾട്ട് ഒക്കർ ചെയ്താൽ എങ്ങനത്തെ കറണ്ടാണ് ഫ്ലോ ചെയ്യുക, ഹെവി കറണ്ടാണ് ഫ്ലോ ചെയ്യുക. ശരിയല്ലേ? അപ്പം സോഴ്സിന്റെ ഇമ്പിഡൻസ് കുറവാണെന്ന് പറഞ്ഞാൽ വെൻ ZI ഈസ് സ്മോൾ ആണെന്ന് പറയുമ്പോൾ ലാർജ് കറണ്ട് ഫ്ലോ ചെയ്യും. ലാർജ് കറണ്ട് ഈ സർക്യൂട്ടിലെ ഫ്ലോ ചെയ്യും. ആ ലാർജ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് യുവർ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ശരിയല്ലേ? അതെന്താണ്, ഒരു ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. കാരണം ഇമ്മൻസ് കറണ്ട് ആണ്. ഓക്കെ, ഈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ് ഏറ്റവും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ ഷോർട്ട് സർക്യൂട്ടിലാണ് നിങ്ങൾ പറയുന്നത് ഈ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ കട കത്തി അങ്ങനത്തെ പ്രശ്നങ്ങൾ എല്ലാതും വരുന്നത് ഈ ഒരു ഫോൾട്ട് ലെവലിൽ ബേസ് ചെയ്തിട്ടാണ്. ക്ലിയർ? അപ്പോൾ ഈ മൊത്തത്തിലുള്ള ഈ ഫോൾട്ടിന് അല്ലെങ്കിൽ നമ്മുടെ ഈ ഫോൾട്ട് ഒക്കറൻസിന് നമ്മൾ ജനറലി 2 ഫോൾട്ടായിട്ടാണ് തരംതിരിക്കുക. ഓക്കെ, 2 ഫോൾട്ടാണ് തരംതിരിക്കുക. ഒരു 3 ഫേസ് സിസ്റ്റത്തിൽ അങ്ങനെ പറയാം. ഒരു 3 ഫേസ് സിസ്റ്റത്തിലെ ഫോൾട്ടുകളെ ജനറലി 2ആയി തരംതിരിക്കുക. ഒന്നൊരു സിമെട്രിക്കൽ ഫോൾട്ടും രണ്ടാമത്തത് ഒരു അൺസിമെട്രിക്കൽ ഫോൾട്ടും ആണ്. ഓക്കെ, സിമെട്രിക്കൽ ഫോൾട്ടും അൺസിമെട്രിക്കൽ ഫോൾട്ടും. ഓക്കെ, എന്തൊക്കെയാണ് സിമെട്രിക്കൽ ഫോൾട്ട്, അൺസിമെട്രിക്കൽ ഫോൾട്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ജനറലി മനസ്സിലാക്കുക, ഇതാണ് ജനറലി ഒരു ഫോൾട്ട്. മനസ്സിലായി? ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സിമെട്രിക്കൽ ഫോൾട്ടിന് നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറേ ടൈപ്പ് ലോഡുകളൊക്കെ എക്സിബിറ്റ് ചെയ്യും. ഓക്കെ, അതായത് നമ്മുടെ 3 ഫേസ് ഫോൾട്ട് ഉണ്ടാവും, ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഉണ്ടാവും, അങ്ങനെ കുറേ ഫോൾട്ടുകളുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഫോൾട്ടുകളെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഈ സിമെട്രിക്കൽ ഫോൾട്ടിന് അനാലിസിസും, ഒരു ബാലൻസ്ഡ് സിസ്റ്റം എന്താണ്, അതുപോലെ തന്നെ ഒരു അൺബാലൻസ്ഡ് സിസ്റ്റം എന്താണ്, ആദ്യം നമുക്ക് ഇതാണ് അറിയേണ്ടത്. ഓക്കെ, ഫോൾട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ബാലൻസ്ഡ് സിസ്റ്റവും അൺബാലൻസ് സിസ്റ്റത്തിനെ കുറിച്ച് അറിയണം. അപ്പോൾ ബാലൻസ് സിസ്റ്റം എന്താണ്, അൺബാലൻസ് സിസ്റ്റം എന്താണ്, ഫോൾട്ടുകൾ സിമെട്രിക്കൽ എന്താണ്, അൺസിമെട്രിക്കൽ എന്താണ് മുതലായ കാര്യങ്ങൾ എല്ലാതും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ജനറലി മനസ്സിലാക്കുക, ഒരു ഫോൾട്ട് ഒരു വളരെ അബ്നോർമാലിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അത് നമുക്ക് റെസ്ട്രിക്ട് ചെയ്യണം. അപ്പോൾ ഈ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഏത് സ്റ്റഡിയിലേക്ക് പോകുന്നത്, പ്രൊട്ടക്ഷനിലേക്ക് പോകുന്നത്. മനസ്സിലായി? അങ്ങനെയാണ് നമ്മൾ പ്രൊട്ടക്ഷനിലേക്ക് തന്നെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഫോൾട്ട് പഠിക്കാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രൊട്ടക്ഷനിലേക്ക് നീങ്ങാം. ഓക്കെ, അപ്പോൾ ഫോൾട്ട് അനാലിസിസും ലെവലിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സോട്ട് നമുക്ക് ഫോൾട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.